വിദേശ രാജ്യങ്ങളിൽ ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഹലോവിൻ ഇന്ന് ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ ശേഖരിക്കുന്നതിനും വേഷവിധാനങ്ങൾ ധരിക്കുന്നതിനുമുള്ള ഒരു വിനോദമായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ ആധുനിക വിനോദത്തിന്റെ വേരുകൾ ചികയുമ്പോൾ അത് എത്തി നിൽക്കുന്നത് 2000 വർഷം പഴക്കമുള്ള സെൽറ്റിക് ആചാരങ്ങളിലും തുടർന്ന് മധ്യകാല ക്രിസ്ത്യൻ വിശ്വാസങ്ങളിലുമാണ്. പ്രത്യേകിച്ചും ട്രിക്ക് ഓർ ട്രീറ്റിംഗ് എന്ന സമ്പ്രദായം പരിണമിച്ചുണ്ടായതും പണ്ടുകാലത്തെ ബ്രിട്ടീഷ് ആചാരമായ സൗളിംഗ് എന്ന ആത്മീയ ദാനധർമ്മ പ്രവൃത്തിയിൽ നിന്നാണ്. ഈ ആചാരത്തിന്റെ കാതലായിരുന്ന സോൾ കേക്കുകൾ ഒരു കാലത്ത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് മോചനം നേടിക്കൊടുക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. ഹലോവിൻ ആചാരങ്ങൾക്ക് തുടക്കമിട്ടത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് അയർലൻഡ്, UK, വടക്കൻ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ ജീവിച്ചിരുന്ന പുരാതന സെൽറ്റിക് ജനതയാണ്. സെൽറ്റുകൾ വിളവെടുപ്പ് കാലത്തിന്റെ അവസാനവും ശൈത്യകാലത്തിന്റെ തുടക്കവുമായി അടയാളപ്പെടുത്തിയിരുന്ന ആഘോഷമായിരുന്നു സാംഹെയിൻ. ഈ സമയത്ത് ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ലോകങ്ങൾ തമ്മിലുള്ള അതിർത്തി നേർത്തതാകുമെന്നും മരിച്ചവരുടെ ആത്മാക്കൾ ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. ഈ ആത്മാക്കളെ പ്രീതിപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ദുരാത്മാക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ വേണ്ടിയാണ് ആളുകൾ വേഷം ധരിക്കാൻ തുടങ്ങിയത്. എന്നിരുന്നാലും ട്രിക്ക് ഓർ ട്രീറ്റിംഗ് എന്ന സമ്പ്രദായത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെങ്കിൽ സെൽറ്റിക് ആചാരങ്ങളെ ക്രിസ്ത്യൻ സഭ സമന്വയിപ്പിച്ച മധ്യകാലഘട്ടത്തിലേക്ക് പോകണം.